പഞ്ചായത്തിലെ CPI ഭാരവാഹികളും അനുഭാവികളും രാജിവെച്ച് ആം ആദ്മിയിൽ ചേർന്നു. ആം ആദ്മിയിൽ ചേർന്നവരെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു തോമസ് തൊപ്പി അണിയിച്ച് സ്വീകരിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്നും നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് CPI മണ്ഡലം ട്രഷററും കണ്ണാടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഉദയൻ സുകുമാരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീർച്ചയായും മത്സരിക്കും. തെരഞ്ഞെടുപ്പല്ല വിഷയം. കണ്ണാടിയിൽ ഇടതുപക്ഷം ഉയർത്തിയ നിലപാടിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് വിഷയം. ഇടതുപക്ഷം കണ്ണാടിയിലെ ജനങ്ങളോട് കാണിച്ച ഉത്തരവാദിത്വം ഇല്ലായ്മയ്ക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കൊണ്ടുവരണം. കാരണം തെരഞ്ഞെടുപ്പ് ആശയ പ്രചാരണത്തിനുള്ള ഒരു പ്രധാന മാർഗമാണ്. കണ്ണാടി പഞ്ചായത്തിലെ CPI ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളും അനുഭാവികളുമാണ് ആം ആദ്മിയിൽ ചേർന്നത്. കണ്ണാടി പഞ്ചായത്തിലെയും സഹകരണ ബാങ്കിലെയും സ്ഥാനങ്ങൾ വെച്ചുമാറലുമായി CPM CPI തർക്കം നിലനിന്നിരുന്നു. ഈ വിഷയങ്ങളിൽ കണ്ണാടി LC തീരുമാനത്തിനെതിരായ നിലപാടായിരുന്നു CPI നേതൃത്വം കൈക്കൊണ്ടത്. കണ്ണാടി പഞ്ചായത്തിലെ ഭൂസർവേയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ സ്ഥലത്തെ പോലും ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുത്തക വ്യവസായ വ്യാപാര സ്ഥാപന ഉടമകളുടെ ഏക്കർ കണക്കിന് ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയപ്പോഴാണ് സാധാരണക്കാരുടെ ചെറു വിസ്തീർണ സ്ഥലങ്ങളെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയാതെയും ചർച്ച ചെയ്യാതെയും സർവേ അംഗീകരിച്ചതിനെതിരെ ഉദയൻ സുകുമാരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി സമരത്തിലാണ്. ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള സമരത്തിലും പാർട്ടി പിന്തുണ ലഭിച്ചില്ല. ഇക്കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തന്നെ CPIയിൽ നിന്നും പുറത്താക്കിയ കാര്യം താൻ അറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് തനിക്ക് സീറ്റ് ഓഫർ ചെയ്തിരുന്നെങ്കിലും അത് താൻ നിരസിച്ചിരുന്നുവെന്നും ഉദയൻ സുകുമാരൻ പറഞ്ഞു. പ്രത്യേകിച്ച് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനിലുമൊക്കെ പാർട്ടിയുടെ പങ്കാളിത്തവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ ഇതിനോടകം തന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് ഏവരും സമ്മതിക്കുന്നതും നിങ്ങൾ പത്രപ്രവർത്തകർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചലനങ്ങളുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇത്തവണ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു രാഷ്ട്രീയ ശക്തിയായി പല പഞ്ചായത്തിലും കടന്നു വരും എന്നുള്ളത് സത്യമാണ്. ആം ആദ്മിയിൽ ചേർന്ന ഉദയൻ സുകുമാരനും കൃഷ്ണപ്രിയയും കണ്ണാടി പഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ മത്സരിക്കും. കമ്മ്യൂണിസവും സോഷ്യലിസവും കാത്തുസൂക്ഷിക്കുന്നത് ആം ആദ്മിയാണ്. ഈ തിരിച്ചറിവാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പലരും ആം ആദ്മിയിലേക്ക് എത്താൻ ഇടയാക്കുന്നത്. ഇതിൽ പ്രസ്ഥാനങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടെന്നും സാധ്യമായ എല്ലായിടങ്ങളിലും ആം ആദ്മി മത്സരിക്കുമെന്നും വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. കൃഷ്ണപ്രിയ, ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് T വേണുഗോപാൽ, ഭാരവാഹികളായ പുഷ്പ ശശികുമാർ, ദിവാകരൻ K എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സദ്യ ഗംഭീരായിരുന്നു ട്ടോ. ആരാധനം. വാവ്, സൂപ്പർ ടേസ്റ്റ്. ആരാ ഷെഫ്? സോ ഡെലീഷ്യസ്. ആരാ കേറ്ററേഴ്സ്? സൂര്യ കേറ്ററേഴ്സ്. സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ്. സൂര്യ കേറ്ററേഴ്സ്, ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം.